ഹലോ ഗൈസ്. തമിഴ്നാട് ആക്ച്വലി തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് എത്തി നോക്കാം. അയൽവക്കത്ത് എന്ത് നടക്കുന്നതെന്ന് എത്തി നോക്കിയാൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്ത് കിടന്നാൽ നമുക്ക് എന്ത് ഇല്ലേ? ഇവിടെ കസേര കളി കഴിഞ്ഞിട്ട് നേരമൊന്നുമില്ലല്ലോ. കസേര കളിക്കട്ടെ മതി. എന്നാലും ആര് ജയിക്കും, ആര് കാണുവാൻ ആരെങ്കിലും ആവട്ടെ. നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നാൽ നമുക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മറ്റവൻ പോയി ഇപ്പം അവൻ വന്നു, ഇവൻ പോയി അവൻ വന്നു, ഒരു കാലിലെ മന്ത് മാറി മറ്റേ കാലിലേക്ക് വന്നു എന്നല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മന്ദബുദ്ധികളെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം പോട്ടെ, അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. നമുക്കിപ്പോൾ പോട്ടെ തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി അവിടെ പടക്കുന്ന ഒരു തീവ്രമായ ശണ്ടയും ബഹളവുമാണ്. ഇതിൽ 108 MLA-മാരുടെ ബലത്തോട് കൂടി നിൽക്കുന്ന TVKയെ അധികാരം മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരെ ഒരു ഇരവാദ കമ്മീഷനും കൊണ്ട് പുള്ളിക്കാരൻ നടക്കുന്നുണ്ട്. ആക്ച്വലി ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ജനങ്ങളെ മണ്ടരാക്കിക്കൊണ്ടാണ് വിജയ് ഇപ്പം നിൽക്കുന്നത്. ആ മണ്ടത്തരം ഒന്ന് പറയണമെന്ന് തോന്നി. സത്യത്തിൽ മൊത്തത്തിൽ മണ്ടന്മാരായി അവർ എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ 2 മക്കൾക്കും വിജയിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിജയെ പറ്റി നല്ലത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള പേരൻസിന് സംഭവിച്ചിട്ടുള്ളത്. വിജയോടുള്ള ഇഷ്ടം, സിനിമാറ്റിക്കായിട്ടുള്ള ആ ഇഷ്ടം, ആ വീരാരാധന, ധാരാരാധനയാണ് അയാളെ ഈ ഒരു നമ്പറിലേക്ക് കൊണ്ടെത്തിച്ചത്. സ്റ്റാലിനെ എതിർക്കാൻ ശക്തനായ ഒരുത്തൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയ് തന്നെയാണ്. അപ്പം ഇതിനു മുമ്പ് ഒരുപാട് സിനിമാ താരങ്ങൾ നിന്നു, അവരൊക്കെ പാർട്ടി രൂപീകരിച്ച് എല്ലാം പൊട്ടിപ്പാളി ഒരു മൂലയിലിരുന്നു. അവരുടെ പേഴ്സണൽ ഹിസ്റ്ററിയേക്കാൾ അവരെ അത്രയും ഇഷ്ടപ്പെടുന്ന ശക്തരായ ആൾക്കാരുണ്ടെങ്കിൽ പോലും വാലിബർ സംഘം, അതായത് ചെറിയ മക്കൾ, ചെറുപ്പക്കാരായ ആൾക്കാരെ അവനങ്ങ് കയ്യിലെടുത്തു മേനക്കെട്ടു. ഫാൻ അസോസിയേഷനെയൊക്കെ അങ്ങ് ഇറക്കി കളിച്ചു. നല്ല ടാലൻ്റുള്ള ബ്രില്യൻ്റായ ഒരാളാണ് ഈ വിജയ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിജയ് ഈ കാണിക്കുന്നത് ഒരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, BJP ഞാനും തമ്മിൽ നല്ല സ്വരത്തിലല്ല എന്ന് സമൂഹത്തിലേക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുക്കണം. BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്ന 2 പേരാണ് അപ്പുറത്തുള്ളത്. BJP കാരണമാണ് ജയലളിതയ്ക്ക് ജീവൻ പോലും നഷ്ടമായത്. കാരണം അവരുടെ ആ ടോർച്ചർ താങ്ങാൻ വയ്യാതെയാണ് അവർ ഹോസ്പിറ്റലൈസ് ആകുന്നതും, കേസ് വന്നതും ഹോസ്പിറ്റലൈസ് ആകുന്നതും, അങ്ങനെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. അവരൊരിക്കലും ഇവരുമായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള ആൾ കലാനിധിമാരൻ്റെ അച്ഛൻ കലൈഞ്ഞർ, ഈ പുള്ളി എന്ത് കാരണം പറഞ്ഞിരുന്നാലും ഈ ഒരു വിഷയത്തിൽ പുള്ളി സ്ട്രോങ് ആയിരുന്നു. സുനാതന മർമ്മത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. പല കാര്യങ്ങളിലും കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ സാധിച്ച ഒരാൾ എന്ന നിലയിൽ പുള്ളി സൂപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ താറടിച്ചുകൊണ്ടാണ്, അയാളെ മോശപ്പെടുത്തിക്കൊണ്ടാണ് വിജയ് രാഷ്ട്രീയം പറഞ്ഞത്. ഇപ്പോൾ ജയിച്ചപ്പം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടെ ജോയിൻ ആകും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ സാധ്യമല്ല. കാരണം ഓപ്പണായിട്ട് അവർ തമ്മിൽ നല്ല അലസണ്ട ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു കക്ഷി ചേരൽ നടന്നാൽ അത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാകും. അതായത് കച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു സ്റ്റേജിലാണ് 3 പേരും ഉള്ളത്. ആരൊക്കെയുള്ളത്? DMK ആയിരുന്നാലും ADMK ആയിരുന്നാലും TVK ആയിരുന്നാലും ഉള്ളത്. ഇപ്പോൾ ഇനി TVKയുടെ ഇത് 108 ആണെങ്കിൽ DMK 59ആണ്. സ്റ്റാലിൻ്റെ പാർട്ടി 59 കൊണ്ടുവന്ന് മറ്റൊരു 47. ഇനി DMKയും ADMKയും കൂടെ സഖ്യകക്ഷി ചേരുകയാണെങ്കിൽ അപ്പോഴും നമ്പർ കുറവാണ്. പിന്നെന്താ, കോൺഗ്രസ്സുകാരെ പിടിക്കാൻ പറ്റും. കോൺഗ്രസ് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അവർക്ക് മന്ത്രിസഭ കൊണ്ടുവരാം. പക്ഷേ പരസ്പരം അങ്ങോളം ഇങ്ങോളം ശത്രുതയായിട്ടിരിക്കുന്ന ഇവർ ഒന്നിച്ചാൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. മാത്രവുമല്ല, അതൊരു വല്ലാത്ത സംഭവമായി, ചരിത്ര സംഭവമായിരിക്കും. സാധ്യതകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ആരും അതിന് തുനിയുന്നില്ല, മെനക്കെടുന്നില്ല. ഇപ്പോൾ സ്റ്റാലിൻ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഓക്കെ 6 മാസത്തേക്ക് ഇങ്ങനെ അവിടെ കയറി ഇരുന്നോട്ടെ, നമ്മൾ ശല്യമൊന്നും ചെയ്യുന്നില്ല, അവരെന്താ വെച്ചാൽ കാണിക്കട്ടെ. ഇയാൾ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യം, കുറേ ഓഫേഴ്സ് ഉണ്ടല്ലോ, ഇതൊന്നും പ്രാക്ടിക്കലല്ല. അതൊക്കെ പ്രാക്ടിക്കൽ ആക്കട്ടെ, പുള്ളി ഒന്ന് ഭരിച്ച് നോക്കട്ടെ. നമ്മൾ ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നവർക്ക് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം, നീ ഏറിയൊന്ന് ഭരിയടേ കാണീരി, അപ്പം നിനക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഇതിനകത്തും വിജയെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയൊന്നും ആർക്കും വയ്ക്കേണ്ട. കാരണം വിജയ്ക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പണം കണ്ട് നിറഞ്ഞവനാണ് അവൻ. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല ടാലൻ്റുള്ള കുശാഗ്ര പുള്ളിയെ കുരുട്ടുബുദ്ധിയുള്ള ഒരുത്തനാണ്. അതുകൊണ്ടാണ് 10 വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് 2 വർഷം കൊണ്ട് ഇതുണ്ടാക്കി ഇതിനകത്ത് ഇത്രയും ചരിത്ര വിജയം പുള്ളിക്കാരൻ കൊണ്ടുവന്നത്. പിന്നെ ഈരവാദം, അത് പണ്ടേനെ വിജയനുള്ളതാണ്. ഇപ്പം അവിടെ നടന്നൊരു ഇൻസിഡൻറ്റ്, ഇത്ര പേര് മരണപ്പെട്ടു, അതിൻ്റെ കാരണക്കാർ പുള്ളി തന്നെയാണ്, ഒരു തർക്കവുമില്ല. അത്രയും ഒരു ക്രൗഡ് പുള്ളിങ് നടക്കുമ്പോൾ പുള്ളി അവിടേക്ക് ചെന്ന് ചാടുമ്പോൾ അത് ശരിക്കും നോട്ടിഫൈ ചെയ്യാതെ എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നു, അവിടെ മീറ്റപ്പിന് വരുന്നു, അതുകൊണ്ട് ബാക്കി എല്ലാ പോലീസുകാരെയും പിൻവലിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് ആളെ നിരത്തണമെന്ന് പറയുമ്പോൾ ഒരു ഈഗോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്ക് ഉണ്ടാകും, ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാകും.
എന്നാൽ പോലും തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച വരാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കണം. ചെയ്തോ? ഇല്ല. അപ്പം ആ ഒരു പ്രശ്നം സ്വയം ഏറ്റെടുക്കണമായിരുന്നു. പകരം എന്താ പുള്ളി, എൻ്റെ ആൾക്കാരെ നിങ്ങൾ തൊട്ടു, ഇനി എൻ്റെ ആൾക്കാരെ നിങ്ങൾ തൊട്ടാൽ തോട്ടവനിക്ക് ഞൊട്ടണം, ഞാൻ ഞെട്ടിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ തമിഴ്നാട് ഡയലോഗും ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഈ സാധനം കൊണ്ട് സ്റ്റാലിൻ്റെ തലയിൽ അങ്ങ് ഇട്ട് കൊടുത്തു. ഇരവാദമായേ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റാലിൻ മെനക്കിടുന്നു എന്നുള്ള ഒരു ടേമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഭാര്യ ഇപ്പോൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തത് സ്റ്റാലിൻ്റെ ബ്രെയിൻ വാഷ് ആണ് എന്നുള്ള നരേഷൻ അവിടെ കൊണ്ടുവന്നു. 2017 തൊട്ട് രണ്ട് പാത്ര രണ്ടിടത്ത് നിൽക്കുകയാണ്. അവൾക്ക് അയാളോടുള്ള തീരാത്ത ദേഷ്യത്തിന് ഈ സമയത്ത് കൊണ്ടുവന്ന് കൊടുത്തത് അവൾക്ക് ഫേവറായിട്ട്, വിജയ്ക്ക് ഫേവറായിട്ട് വരികയാണ് ചെയ്തത്. നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചപ്പം പോസിറ്റീവ് ആവുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് വിജയ് തന്നെ ഈ മാസ്റ്റർ പ്ലാൻ ഇറക്കിയതാണോ എന്നും സംശയമില്ലാതില്ല. കാരണം ഫിനാൻഷ്യലി എല്ലാം ഒന്ന് സെറ്റിലാക്കാനും അവർക്ക് തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാനും നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാലും പറയും. അത് ഇരവാദം എന്ന് പറയുന്ന ഒരു ടേമിനെയാണ് അവിടെ ബൂസ്റ്റപ്പ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഈ ഒരു വിഷയം വന്നു, പെണ്ണ് കേസ് വന്നു, തൃഷ വന്നു, എന്നിട്ടൊന്നും ആളുകൾ അനങ്ങുന്നില്ല, ഒരു രക്ഷയില്ല. ഇയാൾ എന്നെ ജയിച്ച് കയറിയെങ്കിൽ ഇയാളെ വിളിച്ച് ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് അങ്ങ് ഓർഡർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി അതിൽ ചില ഇറർസ് ഉണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് വേണം, രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൾ വേണം എന്നുള്ളതാണ്. ഇപ്പം ഇതിന് ഇനി അടുത്ത ഇരവാദം പറയുന്നത് ഗവർണർക്കെതിരെയാണ്. ഈ ഗവർണർ ഞങ്ങളെ മന്ത്രിസഭാ രൂപീകരണത്തിന് വിളിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 108 പേര് നാളെ രാജിവെക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയണേ. ഇത് പൊളിറ്റിക്കൽ ഗിമിക്കാണ്, സൂപ്പർ പൊളിറ്റിക്കൽ ഗിമിക്ക്. ഇതിൽ നഷ്ടമാർക്കാണെന്ന് അറിയാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പണത്തിനാണ് നഷ്ടം വരിക, റീ എലക്ഷൻ വരും. കാരണം അവരങ്ങോട്ട് ഇത് കളഞ്ഞിട്ട് വീണ്ടും ഇലക്ഷൻ നേരിടാൻ അവർ തയ്യാറാവുകയാണ്, വേണ്ട നമ്മൾ തയ്യാറാവുകയാണ്. അപ്പം കോമൺ സെൻസായിട്ട്, അതായത് അല്ലെങ്കിൽ പൊതുവിലൊരു അഭിപ്രായം വരും, 108 പേര് കൊണ്ട് അവർ ജയിച്ചു, അപ്പോൾ അവർക്കാണ് ഇത് ശരി, അവർക്ക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്തവണ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ DMKക്കും ADMKക്കും വോട്ടിട്ടവരൊക്കെ തിരിച്ചു മാറി അവരുടെ ആൾക്കാർക്ക് വോട്ടിട്ട് കൊടുക്കും. പിന്നെ വിജയിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളും കുതികാലും വെട്ടത്തില്ല, ചാടില്ല. കാരണം വിജയിനെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ ചൂസ് ചെയ്താണ് അയാളാക്കിയിട്ടുള്ളത്. ആ എക്സ്പീരിയൻസ്ഡായ ഒരുത്തരെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. അതായത് കുതികാൽ വെട്ട് കുത്തിക്കിഴപ്പുള്ള ഒരെണ്ണത്തിനെ അയാൾ ചൂസ് ചെയ്തിട്ടില്ല എന്ന് ചുരുക്കം. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്, MLA ആയിട്ട്. അപ്പോൾ പുള്ളിക്ക് അറിയാം ആരെ ചൂസ് ചെയ്യണമെന്ന്. എല്ലാം അടിമകളാണ്, മുട്ടൻ അടിമകളാണ് വിജയിൻ്റെ കൂടെയുള്ളവർ. അപ്പോൾ ആരും ഇവിടുന്ന് ചാടി പോകത്തില്ല. 108 എന്ന് പറഞ്ഞാൽ ആ 108 നമ്പർ അവിടെ ഉണ്ട്. റീ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 200-ന് മുകളിൽ കടക്കും. അങ്ങനെയാണെങ്കിൽ വിജയിന് പെർഫെക്റ്റ് ആയിട്ട് കയറാം. CM ആണ്, ഏകാധിപതിയായിട്ട് അവിടെ കയറിയിരിക്കാം. അതാണ് പുള്ളിയുടെ ലക്ഷ്യം. അതിന് ഗവർണറെ കരുവാക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവർണർക്കെതിരെ കോടതിക്ക് പോകുമെന്ന്. ഈ കോടതിയിലേക്ക് പോയാലും സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തത തരാം. അതായത് നിയമസഭയിൽ 13 ദിവസത്തിനുള്ളിൽ പുള്ളി ശക്തി തെളിയിക്കണം. അതായത് ഈ പറയുന്ന മിനിമം നമ്പർ, ഇപ്പോൾ 118 എന്ന നമ്പറിലേക്ക് പുള്ളി എത്തണം. ഈ കാര്യം ഈ പറയുന്ന ഗവർണർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ആൾക്കാരുടെ സിഗ്നേച്ചർ ഇട്ട പേപ്പർ കൊണ്ടുവരൂ, അവർ സമ്മതിച്ചു എന്നുള്ള പേപ്പർ കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് മന്ത്രിസഭ ചെയ്യാനുള്ള പെർമിഷൻ തരാമെന്നാണ് പറഞ്ഞത്. അതിലെന്താ തെറ്റിയിരിക്കുന്നത്? കറക്റ്റല്ലേ? അത് നിങ്ങൾ ഇപ്പം കേന്ദ്രമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇതാണ്, പിന്നെ അല്ലെങ്കിൽ BJPക്കാരെ എതിരാണ്, അതൊന്നുമല്ല. ഇതിനകത്ത് പുള്ളി പറയുന്ന നിയമമാണ്, ഗവർണർ പറയുന്നത് നിയമമാണ്. ഈ 118 എന്ന് പറയുന്ന നമ്പറിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ലെങ്കിൽ 13 ദിവസത്തെ മന്ത്രിസഭ കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരും. അന്നും ഇത് തന്നെയാണ് സംഭവിക്കുക. ഈ 13 ദിവസത്തിനുള്ളിൽ ബാക്കി വരുന്ന ഈ ഇപ്പം 108-ൽ നിന്ന് 10 പേരെയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടില്ല വെച്ചാൽ പുള്ളിക്ക് പിന്നെ തുടർന്ന് ഭരിക്കാനാവത്തില്ല, രാജിവെക്കേണ്ടി വരും. ഇത് മുൻപ് ഒരാൾ ചെയ്തിട്ടുണ്ട്, വാജ്പേയി സർക്കാർ. ആദ്യത്തെ നിന്നവർ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്നങ്ങ് വിരുത്ത് വിട്ടപ്പം ഇവരാണ് കയറിയത്. ഇവർ കയറുമ്പോൾ നിയമസഭയിൽ 13 ദിവസത്തിനുള്ളിൽ തെളിയിക്കണം ഇവരെ കൊണ്ട് 118 എന്നുള്ള ആ മിനിമം നമ്പറിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കണം, MLA-മാരെ സപ്പോർട്ട് ചെയ്യണം. അത് ചെയ്തിട്ടില്ല വെച്ചാൽ മന്ത്രിസഭ പിരുത്തുവിടും. അപ്പോൾ അതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോഴേ അങ്ങ് പിരുത്തുവിട്ടിട്ട് ഇവർ വീണ്ടും റീ എലക്ഷൻ നടത്തുന്നു. ഒന്നുകിൽ റീ എലക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്കൊപ്പം നിൽക്കും. ഇനി ഇതിനകത്ത് വന്ന ആ ഒരു കാര്യം, ഈ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് 1994 ഒരു SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുണ്ട്. അത് ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ഭരണം. ഇവരാരും ഇല്ലെങ്കിൽ പിന്നെ അത് രാഷ്ട്രപതിയാണ് ഈ നാട് ഭരിക്കുക, തമിഴ്നാട് ഭരിക്കുക. അൺടിൽ പുതിയ ഇലക്ഷൻ വന്ന് പുതിയ പിന്നെ തെരഞ്ഞെടുപ്പിൽ കൂടെ ആളെ എടുക്കുന്നിടം വരെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് തമിഴ്നാട് പോകാൻ ചാൻസസ് ആണ് വേറെ. അപ്പോൾ അത് വരാതിരിക്കാൻ അതിനെതിരെയായിട്ട് അന്ന് കർണാടക ഇത് കൊടുത്ത 1989 കർണാടകയിലെ ജനതാദൾ സർക്കാരിനെ ഗവർണർ പിരിച്ചുവിട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന SR ബൊമ്മെ നൽകിയ ഹർജിയാണിത്.
അപ്പോൾ ഇത് അന്നത്തെ നിന്ന് സർക്കാരിന് ഭൂരിപക്ഷമുണ്ടോ എന്ന് തീരുമാനിക്കുന്ന നിയമസഭയിലെ ഫ്ലോർ ടെസ്റ്റിലൂടെ മാത്രമായിരിക്കണം. അതായത് നിർബന്ധമായിട്ടും ഈ പറയുന്ന 108 ആൾക്കാരെ വെച്ചിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ വിജയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ്ഫുൾ ആക്ട് ആക്കാനാണ് ഈ ഒരു സാധനം അവിടെ കൊണ്ടുവയ്ക്കാൻ വേണം. അപ്പം ബൊമ്മെ കേസ് എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണെന്ന് ഈ വിധി ഊന്നി പറയണം. അന്നത്തെ വിധി അങ്ങനെയായിരുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ഡേ ഉണ്ട്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് തിങ്. 13 ദിവസമാണ്. വാജ്പേയി ഇത് പോലെ 13 ദിവസം കയറി ഇരുന്നിട്ട് 13ാമത്തെ ദിവസം, അതാണ് അവരുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഡേറ്റിൻ്റെ ഒരു ഇത് വേരിയേഷൻ നോക്കുമ്പോൾ 13 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 13 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടി വന്നു. 13 ദിവസം കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ദിവസത്തിൽ നിങ്ങൾ തെളിയിക്കുക, കുഴപ്പമില്ല. അതിനു മുമ്പ് ഒരു വെരിഫിക്കേഷൻ, ഉറപ്പ് അത് കൊടുക്കുക ഗവർണർക്ക്. അപ്പോൾ പിന്നെ ഗവർണർക്ക് നിർബന്ധമായിട്ട് ഓക്കെ ആയിക്കോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഗവർണറുടെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ. പക്ഷേ വിജയ് ഇത് വട്ടം ചുറ്റിപ്പിടിച്ച് എന്ത് ചെയ്യും? ഇരവാദം കാണിക്കും. ഈ ഇരവാദത്തിലൂടെ വിജയെ ഇവരെല്ലാവരും കൂടെ ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊരു സംഗതി അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് ജനങ്ങൾക്ക്. റീ ഇലക്ഷൻ ആണെങ്കിൽ മുഴുക സീറ്റ് അയാൾക്ക് കിട്ടിയാലും കിട്ടും. അതാണ് സംഭവിക്കാൻ പോവുക. എന്ത് തന്നെയായാലും ശക്തനായ ഒരു എതിരാളിയെ തന്നെയാണ് DMK ആയാലും ADMK ആയാലും കോൺഗ്രസ് ആയിരുന്നാലും എല്ലാവരും നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങളും ചരിത്രപരമായ വിധികളും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ചുരുക്കം. മിടുക്കനാണ് ആള്. മിടുക്കൻ എന്നല്ല പറയുക, നമ്മൾ മിടുക്കൻ എന്ന് ഗ്രേഡ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് വിജയ്. ഇനി ഇതിനകത്ത് 2 ഹൈലൈറ്റ് ഞാൻ പറയാം. ആകെയുള്ള സീറ്റ് 2 സീറ്റേ ഉള്ളൂ മുസ്ലിം ലീഗ്. പക്ഷേ എനിക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നി എന്താണെന്ന് അറിയാമോ? അവർ സ്റ്റാലിനെ വിട്ടുകൊടുത്തിട്ടില്ല. TVK അല്ല, ഇനി ആര് വിചാരിച്ചാലും ഞങ്ങൾ സ്റ്റാലിൻ്റെ ഒപ്പം എന്ന് ഉറച്ചു പറഞ്ഞവരാണ് അവർ. മിടുക്കരാണ്. പക്ഷേ വിജയിൻ്റെ അടുത്ത് ഈ കോമ്പറ്റീഷനൊന്നും നടക്കത്തില്ല. കാരണം വിജയിൻ്റെ കൂടെ നിൽക്കുന്ന അവരാകെ 5 പേരെ കണ്ട് ആദ്യം കൊണ്ടുവന്നില്ല. അതിനകത്തൊരു മേത്തച്ചിയുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ പുള്ളി കയ്യിലെടുത്തു കഴിഞ്ഞു. പുള്ളിക്ക് അറിയാതെ എങ്ങനെ നിൽക്കണമെന്ന്. അയാൾ പറഞ്ഞ കണക്ക് ഞാനൊരു നടികനാണടാ, എനിക്കറിയാമടാ അഭിനയിക്കാൻ. അഭിനയൊന്നും അങ്ങേർക്ക് ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട. ഏതായാലും വിജയ് തന്നെ CM ആവുള്ളൂ. ടൈം എടുക്കും എന്നത് മാത്രം. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ശരിയാക്കാൻ, ലൈറ്റ് ചെയ്യാൻ വിജയ്ക്ക് സാധിക്കും. വിജയ്ക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 2 കക്ഷികളോട് സംസാരിച്ചിട്ട് അവരെ ഉപമുഖ്യമന്ത്രിയാക്കി വെച്ചിട്ട് അദ്ദേഹത്തിന് ചേരാൻ പറ്റും. പക്ഷേ അദ്ദേഹം സംസാരിക്കില്ല. കാരണം ഉപമുഖ്യമന്ത്രി പോയിട്ട് ഇവരിൽ നിന്ന് ഒരാളെ എടുത്തൊരു മന്ത്രി പോലും അവർ കൊടുക്കൂല. പുള്ളി അത് സ്ട്രോങ്ങാണ്. തനി കക്ഷിയായിട്ട് പുള്ളിക്ക് നിൽക്കണം. പുള്ളി അതിലേക്ക് നടന്നെത്തിക്കഴിഞ്ഞു. ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നതിനപ്പുറം ഒന്നുമില്ല. ഇനി റീ ഇലക്ഷൻ ആണെങ്കിലും കേസിന് പോയാലും ഒക്കെ സംഭവിക്കുക തന്നെയാണ്. മന്ത്രിസഭയിൽ പോയാൽ 13 ദിവസത്തിനുള്ളിൽ പുള്ളി അത് തെളിയിക്കും. കാരണം പുള്ളിക്ക് ആ ഷുവർട്ടി ഉണ്ട്. പക്ഷേ ഒരു നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ നിയമത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഗവർണർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് BJP ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ BJPക്കാരൻ്റെ ഗവർണറാണ്, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പറയണു എന്നൊന്നുമല്ല. പുള്ളി മോശമാണോ നല്ലതാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പുള്ളി പറയണേ കാര്യമുണ്ട്. നീ ആദ്യം തെളിയിക്കടേ, എന്നിട്ട് നീ അവിടെ കയറി ഇരിയെന്ന് പുള്ളി പറയുന്നതിൽ വളരെയധികം കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് പലർക്കും തോന്നാം ഞാൻ വിജയ്ക്ക് എഗൻസ്റ്റ് ആണെന്ന്. നമ്മുടെ രാഷ്ട്രീയമല്ലല്ലോ, അത് തമിഴ്നാടല്ലേ, നമ്മുടെ നാടല്ലല്ലോ. നമ്മളവിടെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നല്ല ക്രൂക്കഡായ, ക്ലവറായ, നല്ല പക്ക രാഷ്ട്രീയക്കാരനാണ് വിജയ് എന്ന് വിജയ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഇനി കുറേ കാലത്തേക്ക് വിജയ് അല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടാകത്തില്ല. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ക്ലവറായിട്ട് അയാളെ പിടിച്ചത് തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വിജയിനുണ്ട്. കാരണം വിജയ് മുൻകൂട്ടി എറിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം നോക്ക്, ഇതിനകത്ത് 108 പേരെ കൊണ്ട് ഇയാളങ്ങോട്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാണ്. പ്രശ്നമാകും, നാടളകും. അവിടുത്തെ ആൾക്കാർ ആത്മഹത്യ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ജയലളിത മരിച്ച സമയത്ത് 8-9 എണ്ണം കയറി ചത്തുകളഞ്ഞു. അത്ര പ്രശ്നമാണ്. അവരുടെ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പൂജകൾ നാട്ടുകാർ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ഖുശ്ബു എന്ന എല്ലാ സാധനത്തിന് അമ്പലം പണിത മനുഷ്യരാണ്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ പഠിച്ച മുട്ടാളുകളെന്നേ അവരെ പറയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണെന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ബൊമ്മെ കേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക.
അതിനകത്തുണ്ട് ആ ബൊമ്മ കേസ് എന്താണെന്നുള്ളത്. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് പരിപാടിയാണ്. ഇതൊക്കെ അറിയാത്ത ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാമെന്നതിനപ്പുറം ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കേസ് കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കും. മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ 13 ദിവസത്തിൽ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആസ് യൂഷ്വൽ പുറത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ പിന്നെ അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് വേസ്റ്റാണ്. പിന്നെ 108 പേര് ഒന്നടങ്കം അങ്ങോട്ട് ഇതാക്കുന്നത് അതും ഒരു വെല്ലുവിളിയാണ്. ഇത്രയും ജനങ്ങൾ സ്വീകരിച്ച ഒരു പാർട്ടിയെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ഇരവാദം അതാണ് അവിടെ നടക്കുന്നത്. അതിൽ അയാൾ സക്സീഡ് ചെയ്യും. കാരണം ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു സാധനം ഇട്ടുകൊടുത്താൽ മാത്രമേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ജയലളിതയെ വെച്ച് മാച്ച് ചെയ്തത്. ഏകദേശം കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എനിക്ക് പറയുന്ന രീതിയിൽ സ്റ്റാലിനോട് നല്ല സഹതാപമുണ്ട്. സെയിം നമ്മുടെ പിണറായി സർക്കാരിനോടുള്ള അതേ സഹതാപം തന്നെ. ഈ ജനങ്ങൾക്ക് ചിലതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മൗനമായിരിക്കുക. ലെറ്റ് ദം സഫർ. അവർക്ക് മനസ്സിലാകുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് കയ്യേന്താം എന്നതിനപ്പുറം ഡീസൻ്റായി അങ്ങ് മാറി കൊടുക്കുന്നതാണ് നല്ലത്. അത് സ്റ്റാലിൻ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഞാൻ മാറി നിൽക്കുന്നു, 6 മാസം അവർ ചെയ്യട്ടെ, നോക്കട്ടെ. 6 മാസം സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടുന്ന് അലപ്പ് വരുമെന്ന്. ചെയ്യുമായിരിക്കും. എന്താടാ എന്തോ എല്ലാവരും തലകുത്തി മറിഞ്ഞിട്ടും പുള്ളി ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളി വീണ്ടും അതിലേക്ക് തന്നെ വന്നെത്തും എന്നുള്ളതാണ്. CM വിജയ് തന്നെയാണ്, തർക്കമില്ല. പക്ഷെ സമയമെടുക്കും എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ കസേരകളിലേക്ക് വരാമോ? അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.